സിൻസിയനിൽ. അപ്പോൾ ഈ നിലയിലുള്ള വ്യാഖ്യാനങ്ങളും ന്യായീകരണങ്ങളുമാണ്. പൊതുവിടത്തിൽ സ്ത്രീകൾ ഇറങ്ങുമ്പോൾ അവരിടുന്ന വസ്ത്രത്തിന്റെ അടക്കം ഒരു ചട്ടക്കൂട്. അദ്ദേഹം സംസ്കാരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, മാന്യമായ വസ്ത്രം എന്നുള്ളത് ആവർത്തിക്കുന്നുണ്ട്. ഇന്ന് കോടതിയിൽ പോയപ്പോൾ അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മാന്യതയുടെയൊക്കെ പരിധി ഏതാണ് എന്നുള്ളത് മറ്റൊരു പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ പൊതുവിടത്തിൽ ഇറങ്ങുമ്പോൾ അവൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരുടെ ചോയ്സ് എന്നതിനപ്പുറം അങ്ങനെ ഒരു വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് ഈ നിലയിൽ അധിക്ഷേപങ്ങൾ നേരിടുന്നത് എന്നതിനെ ജനറലൈസ് ചെയ്യുന്നൊരു സമൂഹത്തിലേക്ക് മാറിപ്പോയോ നമ്മൾ? ആരാണിത് ഡിഫൈൻ ചെയ്യേണ്ടത്? ആരാ ഇത് ഡിഫൈൻ ചെയ്യുന്നത്? ഒരാളുടെ പേഴ്സണൽ ചോയ്സസിനെ, ബൗണ്ടറീസിനെ ഒക്കെ ആരാ ഡിഫൈൻ ചെയ്യുന്നത്? ഇത് ഞാൻ പറയട്ടെ, ഇത് എന്താ കുഴപ്പം എന്ന് വെച്ചാല് ഈ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഫ്രസ്ട്രേറ്റഡ് സോൾസ് ആണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നുകിൽ അതല്ലെങ്കിൽ ഈ ഒരു പഞ്ചായത്ത് ഇട്ടാവട്ടത്തിൽ മാത്രം ജീവിച്ച് ഇതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ചിന്തിക്കാനോ അതിനപ്പുറത്തോട്ടോ പോകാനോ പറ്റാത്ത ഒരു കാറ്റഗറി ആൾക്കാരാണ് ഇത്തരത്തിലും ആളുകളുടെ പേഴ്സണൽ ചോയ്സിനെ സദാചാര കണ്ണുകൊണ്ട് കണ്ടിട്ട് ഡിഫൈൻ ചെയ്തു വെക്കുന്നത്. ഇതിങ്ങനെ പാടുള്ളൂ, ഇതിങ്ങനെ ആണ്. ഈ ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്തും പറയാം, ഞങ്ങൾക്ക് എന്തും കാണിക്കാം. എന്ത് ലോജിക്കാണ് അദ്ദേഹം സംസാരിച്ചതിനകത്തുള്ളത്? ഒരു സ്ത്രീ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, നിങ്ങൾ കണ്ണുപൊത്തിയിരുന്നോളൂ. എന്തിനാണ് അവരുടെ പ്രൈവസിയിലോട്ട് ഒളിഞ്ഞു നോക്കുന്നത്? അവര് ഇനി ന്യൂഡിറ്റിയിൽ നടക്കുന്ന ബീച്ച് സൈഡിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര വിദേശികൾ ഇവിടെ വന്നിട്ട് 2 പീസ് ഇട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേറിയിട്ട് ഇതുപോലെ ഒരു അസഭ്യം പറയാനോ പോയി കറക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വൾഗറായിട്ട് സംസാരിക്കാനോ പറ്റോ? അവരൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിലാവും. നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? അന്യൊരു നാട്ടിച്ചെന്നോ? ജയിലെന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത്. ജയിലെന്ന് പറഞ്ഞാൽ വീട്ടിൽ കിടക്കുന്നതിനേക്കാളും സുരക്ഷിതമാണ് ജയില്. മനസ്സിലായില്ലേ? ഞാൻ ചോദിച്ചു, അവരെന്ത് ഡ്രസ്സ് ധരിച്ചാൽ നിങ്ങളുടെ ദേഹത്തേക്ക് വല്ലതും പറ്റിയോ? നിങ്ങൾ പറഞ്ഞു കൊച്ചു കുട്ടികളെ വഴി തെറ്റിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കൊച്ചു കുട്ടികളുടെ കയ്യിലിരിക്കുന്ന ഫോണൊക്കെ ഒന്ന് വാങ്ങിച്ച് ചെക്ക് ചെയ്യുക, എന്നിട്ട് ആ ഗൂഗിൾ ഹിസ്റ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അത്രയും കൺസേൺ ഉള്ള ഒരു പിതാവാണെങ്കിൽ. അതല്ലാതെ ഹണി റോസ് ഡ്രസ്സ് ധരിച്ച് നടന്നതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ പിള്ളേരൊക്കെ മോശമായി പോയെന്ന് എന്ത് ലോജിക്കലാണ് നിങ്ങൾ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊന്ന് പറയൂ, ഈ തലമുറയെ വഴിതെറ്റിക്കുകയല്ലേ ചെയ്യുന്നത് നിങ്ങളൊക്കെ? ഞാൻ പറയുന്നത് ഇതിനു വേണ്ടി ന്യായീകരിക്കുന്നവർ നിങ്ങൾ ഈ സമൂഹത്തെ നിങ്ങളുടെ മക്കളെ ഉൾപ്പെടെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പേഴ്സണൽ ചോയ്സസിനെ കുറിച്ച്, ബൗണ്ടറീസിനെ കുറിച്ച്, ഒരാളുടെ വസ്ത്രധാരണത്തെ, അവരുടെ സെക്ഷുവാലിറ്റി ഒക്കെ എങ്ങനെ അഡ്രസ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സെൻസിബിൾ ആയിട്ട് പെരുമാറണം എന്നൊന്നും നിങ്ങൾക്കൊരു ധാരണയില്ലാത്തവരാണ്. ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് തന്നെ നാണക്കേടാണ്. നമ്മൾ വളർന്ന് പുരോഗമനം ഞാനാണ് പറയേണ്ടത്. ഇങ്ങനെയുള്ള സ്ത്രീകളെ കൊണ്ട് ഞങ്ങൾ നാണം കെട്ട് നടക്കുകയാണ്. ഈ സമൂഹം നാണം കെട്ട് തലകുനിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ 1800-കളില് ഇവിടെ ശരീരം മറയ്ക്കാൻ സ്ത്രീകൾക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. ശരീരം മറയ്ക്കുന്ന സ്ത്രീകളെ അഭിസാരികളായിട്ട് കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നിങ്ങൾ വായിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കറിയാം. ശരീരം മറയ്ക്കുന്ന സ്ത്രീകളെ അഭിസാരികൾ, മറയ്ക്കുവാൻ വേണ്ടി അതൊക്കെ പിന്നെ അതിന് മുന്നത്തെ കാര്യം ഞാൻ പറയുന്നത്. അതിന് മുന്നത്തെ കാര്യം ഞാൻ പറയുന്നത്. ശരീരം മറയ്ക്കുന്ന സ്ത്രീകൾ, അതായത് ശരീരം മറയ്ക്കുന്ന സ്ത്രീകൾ എങ്ങനെയാ? ശരീരം മറയ്ക്കുന്ന സ്ത്രീകൾ അത് മറച്ചു വെച്ചിട്ട് അവർക്ക് വേണ്ടുന്ന പുരുഷന്മാരെ മാത്രം അവര് കാണിക്കുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ അവരെ അഭിസാരികളായിട്ട് കണ്ടിരുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? അതിനുശേഷമാണ് ഈ മറയ്ക്കൽ സമരവും വന്ന് വീണ്ടും സ്ത്രീകള് ഇത് ചെയ്തത്. അപ്പൊ കാലങ്ങൾ മാറും, കാലചക്രം മാറുന്നതനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരും. ആ മാറ്റത്തിനനുസരിച്ച് അത് ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ മനസ്സിലെ കമന്റ് മാറ്റത്തിനനുസരിച്ചാണ് കമന്റ് വരുന്നത്. അപ്പൊ ആ കമന്റും അതിനനുസരിച്ച് അങ്ങ് വിടുക. നമ്മളെ ഒരാൾ തെറി വിളിച്ചു, അല്ലെങ്കിൽ എടോ പോടോ എന്ന് വിളിച്ചു, നമ്മളത് കേട്ടു, അപ്പോഴും സംസാരിച്ചു, അങ്ങ് വിടുന്നു. മനസ്സിലായില്ലേ? അത് കൊടുക്കാൻ വേണ്ടി ഞാനും പോകാറില്ല, മറ്റുള്ളവരും പോകാറില്ല. ദയവായി തുടരൂ. സിൻസിയനിൽ പൂർത്തിയാക്കട്ടെ. സിൻസിയനിൽ പറഞ്ഞു പോയിന്റ് പൂർത്തീകരിക്കും. അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്ക് ഇത് സംസാരിക്കുന്നുണ്ട്. ഇതൊരു ബോച്ചയിൽ തീരുന്ന ഒരു വിഷയമൊന്നുമല്ല. ഇതിനു മുമ്പ് ബോച്ചെ ഈ അമ്പലപ്പറമ്പില് ഞാൻ സ്ത്രീകളെ ജാക്കി വെക്കാൻ പോകുമായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുന്നത് മുതലാണ് ഞാനും ബോച്ചയുമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. പ്രശ്നം വേറൊന്നുമല്ല, അന്ന് അദ്ദേഹം ഇട്ട വീഡിയോയ്ക്ക്, അന്ന് ചാരിറ്റി ഒക്കെ ചെയ്ത് അദ്ദേഹം വളരെ
മാന്യനായി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം അങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും സെലിബ്രിറ്റികളും അടക്കം അദ്ദേഹത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ഒരു വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോയുടെ താഴെ ഞാൻ പോയി എന്റെ പ്രതിഷേധം പറഞ്ഞു എന്ന് മാത്രമല്ല, ഞാൻ ശക്തമായി അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. അതിനകത്ത് ബോച്ചെ വന്നിട്ട് കമന്റ് ചെയ്തു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല, ഇങ്ങനെ ഉദ്ദേശിച്ചില്ല, ഞങ്ങൾ സുഹൃത്തുക്കൾ ഒരുമിച്ച് പോകുമ്പോഴാണ്, അങ്ങനെയൊന്നും ആയിരുന്നില്ല ഞങ്ങൾ. അപ്പൊ ആ അമ്പലപ്പറമ്പിൽ വന്ന സ്ത്രീകൾക്ക് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ ആ അമ്പലപ്പറമ്പിൽ വന്ന സ്ത്രീകളുടെ മാനാഭിമാനത്തിന് ആര് വില പറയും? അവർക്ക് ആത്മാഭിമാനം ഒന്നുമില്ലേ പൂരപ്പറമ്പിൽ വന്ന സ്ത്രീകൾക്ക്? അത് ഇല്ലേ? ആസ്വദിക്കുന്നവരില്ലേ? അന്നും അത് ഞാൻ ആസ്വദിക്കുന്നവരില്ലേ? ചോദിച്ചു. അത് ആസ്വദിക്കുന്നവരില്ലേ? സ്ത്രീകളിലും എല്ലാവരും ഉണ്ടല്ലോ. സ്ത്രീകളിലും പുരുഷന്മാരിലും എല്ലാ വിഭാഗക്കാരും ഉണ്ട്. പുരുഷന്മാർ മാത്രം മോശക്കാരെന്നോ സ്ത്രീകൾ മാത്രം എല്ലാവരും മോശക്കാരെന്നോ അല്ല ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല ശ്രീ അജിത് കുമാർ. അതാണ് ഞാൻ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചത്. നമ്മളാരും ഇതിനെ നോർമലൈസ് ചെയ്യുന്നില്ല, ജനറലൈസ് ചെയ്യുന്നില്ല. എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ സിൻസിയനലിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയാൻ ശ്രമിക്കുന്നത് ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ടവർക്ക് നേരിട്ടുണ്ടായ അനുഭവം കൂടിയാണ്. ശ്രീമതി സിൻസിയനൽ അത് പറഞ്ഞോളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം മറ്റൊരു ഇടത്ത് വെച്ച് സിൻസിയനലിനോടും ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയുകയും ഈ നിലയിൽ ഞാൻ ഉദ്ദേശിച്ചതല്ല പിന്നീട് അത് പ്രചരിച്ചതെന്ന്, അങ്ങനെയല്ലേ സിൻസിയനൽ? അങ്ങനെയാണ് അദ്ദേഹം അതിനെ വിശദീകരിച്ചത്. അതെ. അപ്പോൾ അതെ അദ്ദേഹത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ് അതെന്ന് തോന്നുന്നു. എല്ലാ കേസുകളിലും അത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്രമാത്രം നിഷ്കളങ്കനാണോ ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആൾ? ഒരിക്കലുമല്ല. ഇപ്പൊ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു, ചിലപ്പോ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയേക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പൊ ഇനിയുള്ളത് ഒരു വിക്ടിം പ്ലേ ആണ്. അതായത് ഇദ്ദേഹം ഒരു വിക്ടിം പ്ലേ നടത്തി ഇത് അടുത്തൊരു ബിസിനസ് സ്ട്രാറ്റജിയായി ഉപയോഗിക്കാൻ മാത്രം തന്ത്രശാലിയായിട്ടുള്ള ഒരാളാണ്. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ തന്ത്രശാലിയായിട്ടുള്ള ഒരാളാണ് ഈ ബോബി ചെമ്മണ്ണൂർ. അപ്പൊ അദ്ദേഹം അത് അങ്ങനെ തന്നെ ഉപയോഗിക്കും. അപ്പോഴും ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പത്തെ ഈ ബഹളങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ വന്നൊരു 4 വീട് വെച്ചു കൊടുക്കും, മലയാളികൾ കൈയടിക്കും, തീരും, ശുഭം, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതുകൊണ്ടൊന്നും തീരാനൊന്നും പോകുന്നില്ല. അന്ന് ഒരാളുടെ പോലും പിന്തുണ കിട്ടാതെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു എന്റേത്. അത് കാരണം ഈ ബോബി ചെമ്മണ്ണൂരിനെ ഒരു വലിയ ആരാധക വൃന്ദത്തിന്റെ സൈബർ ആക്രമണം നേരിട്ട് 2-3 പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് ഈവൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉൾവലിഞ്ഞ ഒരാളാണ് ഞാൻ. അത്രയും സൈബർ ആക്രമണം എനിക്ക് ഒരു വിഷയത്തിൽ, ഞാൻ പല വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, പല വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള വിവാദങ്ങൾ അറിയാതെ അറിഞ്ഞും ചെന്നുപെട്ടിട്ടുണ്ട്. അവിടെ ഒന്നും എനിക്ക് ഇത്തരത്തിലുള്ള ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത്രമാത്രം മാനസിക ഒരു ബോബി ചെമ്മണ്ണൂര് ഈ പുള്ളിക്കാരി ഒന്നും ചെയ്തില്ല, അതാണ് അവരുടെ വിഷമം എന്ന് വരെ പറഞ്ഞ കമന്റുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനൊന്നും പരാതി കൊടുത്തത് കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് വിചാരിച്ച് നമ്മൾ അതങ്ങ് സഹിച്ചു, അതങ്ങ് വിട്ടു, കഴിഞ്ഞു, പോയി, അത്രയേ ഉള്ളൂ. പക്ഷെ ഇന്നൊരു സ്ത്രീ എന്നെ ദ്വയാർത്ഥത്തിൽ എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഞാനൊരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഞാൻ നിരുപാധികം അവരുടെ ഒപ്പം നിൽക്കും. അത് നിന്നേ പറ്റുള്ളൂ. അത് എന്റെ ഒരു കടമയാണ്.